Hi all, welcome to the last class based on the chapter Development. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ലാസ്റ്റ് ടോപ്പിക് ഇതായിരുന്നു കമ്പാരിസൺ ഓഫ് 3 സ്റ്റേറ്റ്സ് സച്ച് ആസ് കേരള, ബീഹാർ ആൻഡ് ഹരിയാന. അപ്പോൾ നമ്മൾ അവിടെ കണ്ടൊരു ഫാക്റ്റ് ആയിരുന്നു ഇൻകം ബൈ ഇറ്റ് സെൽഫ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ആഡിക്വേറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഡെവലപ്മെൻറ്റ്. നമുക്ക് ഇൻകം കൂടാതെ മറ്റൊരുപാട് ക്രൈറ്റീരിയ നോക്കിയിട്ട് ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഡെവലപ്ഡ് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ലൈക്ക് ലിറ്ററസി റേറ്റ്, ഇൻഫം മോർട്ടാലിറ്റി റേറ്റ് എക്സെട്ര. നമ്മളവിടെ ആ ക്ലാസ്സിൽ കണ്ടിരുന്നതൊക്കെ. ഇനി ഇവിടെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഹു വിൽ പ്രൊവൈഡ് ഓൾ ദീസ് ഫെസിലിറ്റീസ്? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? സോ നോ ഡൗട്ട്സ് എ ഡ്യൂട്ടി ഓഫ് ഗവൺമെൻറ് ടു പ്രൊവൈഡ് ദീസ് ഫെസിലിറ്റീസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയയിലെ എല്ലാ ആളുകൾക്കും ഒരുപോലെ കിട്ടേണ്ട ചില ഫെസിലിറ്റീസ് ഉണ്ട്. അതിന് പൊതുവായി പറയുന്ന ഒരു ടേമാണ് പബ്ലിക് ഫെസിലിറ്റീസ്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഈ പബ്ലിക് ഫെസിലിറ്റീസ് വരുന്നതെന്ന്. ഫസ്റ്റ് വൺ, പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ്. നമുക്ക് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും വേണ്ടുന്ന കാര്യമാണ് വി നീഡ് എ പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ്. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം ഇൻഫെക്ഷ്യസ് ഡിസീസ്, പകർച്ചവ്യാധിയിൽ നിന്നുള്ള ഒരു സംരക്ഷണം. ഇപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് കൂടെയാണ്. സെക്കൻഡ് വൺ, ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ. ദെൻ ഗുഡ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, പ്രൊവിഷൻ ഫോർ സേഫ് ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് നമുക്ക് അറിയില്ല, നമ്മുടെ റേഷൻ ഷോപ്പ് ആ സിസ്റ്റമാണ്. നിങ്ങൾ 9th പഠിച്ച കാര്യമായിരിക്കും, PDS. അപ്പോൾ ഇതൊക്കെയാണ് ഗവൺമെൻറ് വളരെ അത്യാവശ്യമായിട്ട് എല്ലാ ആളുകൾക്കും കൊടുക്കേണ്ട ചില പബ്ലിക് ഫെസിലിറ്റീസ്. ഇനി ഇവിടെ CBSE ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മണി ഇൻ യുവർ പോക്കറ്റ് കനോട്ട് ബൈ ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് യു മേ നീഡ് ടു ലിവ് വെൽ. നിങ്ങളൊരു പണക്കാരനാണ്, യു ആർ റിച്ച്, ബട്ട് സ്റ്റിൽ ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പലപ്പോഴും പണം കൊണ്ട് മാത്രം പറ്റില്ല. എന്താണ് കാരണം? അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്, മണി കനോട്ട് ബൈ ആസ് എ പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ്, അൺഅഡൾട്രേറ്റഡ് മെഡിസിൻ, പീസ്, ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, ഫ്രീഡം, സെക്യൂരിറ്റി, റെസ്പെക്റ്റ് ഓഫ് അതേഴ്സ് എക്സെട്ര. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെന്ന് കരുതിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്കൊരു ഒരു സമാധാനമായ ലൈഫ് നമുക്ക് നയിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുപോലെ ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, ഇക്വാളിറ്റി, ഫ്രീഡം, സെക്യൂരിറ്റി ഒന്നും നമുക്ക് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളല്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എഴുതാം, ഇതൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണി ഇൻ യുവർ പോക്കറ്റ് കനോട്ട് ബൈ ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് യു മേ നീഡ് ടു ലിവ് വെൽ. ഇതൊക്കെ പബ്ലിക് ഫെസിലിറ്റീസ് ടോപ്പിക്കിലാണ് വരുന്നതെങ്കിലും ഈ ക്വസ്റ്റ്യൻ CBSE സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. Our next topic is Human Development Index, otherwise known as HDI. It is a statistical tool used to measure a country's overall achievement in its social and economic dimensions. The social and economic dimensions of a country are based on the health of people, their level of education attainment and their standard of living. ഇത് ഇത്രയേ ഉള്ളൂ. ഒരു കൺട്രിയിലെ ആളുകളുടെ അല്ലെങ്കിൽ ആ കൺട്രിയുടെ ടോട്ടൽ ഡെവലപ്മെൻറ്റ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് HDI, അതർവൈസ് നോൺ ആസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലും നമ്മുടെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇൻകം മാത്രമല്ല. അതുകൂടാതെ അവിടുത്തെ ആളുകളുടെ ഹെൽത്ത് അതിൽ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ അവിടുത്തെ ആളുകളുടെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമുക്ക് ക്രൈറ്റീരിയാസ് വിശദമായിട്ട് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് HDI. ഇനി ഈ HDIയെ ബേസ് ചെയ്തുകൊണ്ട് ആനുവലി ഓരോ വർഷവും പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇത് രണ്ടാണെന്ന് മനസ്സിലാക്കണം. HDI എന്ന് പറയുന്നത് അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. അതാണ് ഈ അവിടുത്തെ കൺട്രിയെ അവിടുത്തെ ഡെവലപ്മെൻറ്റിനെ അസസ് ചെയ്യാനുള്ള ചില ടൂൾസ് അല്ലെങ്കിൽ ഇൻഡെക്സ് മാത്രമാണ് HDI. അതിനെ ആ HDI ബേസ് ചെയ്തുകൊണ്ട് ഓരോ വർഷവും പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ HDR. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആരാണ് ഈ HDI അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നത്? അതിനുള്ള ഏജൻസിയാണ് UNDP. ഇത് നമ്മുടെ UNO-ആയിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് UNDP. ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഈ HDIയും അതുപോലെ HDR ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടും എല്ലാം തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഈ HDIയുടെ മെയിൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ HDRൻ്റെ ക്രൈറ്റീരിയ എന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്കൊരു 4 ക്രൈറ്റീരിയ ഉണ്ട് വരുന്നത്.
ഒന്ന് പെർ ക്യാപിറ്റ ഇൻകം. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻകം മാത്രമല്ല, പക്ഷേ ഇൻകം കൂടെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം വരുന്നുണ്ട്. അതുകൂടാതെ ലൈഫ് എക്സ്പെക്റ്റൻസി, പിന്നെ വരുന്നതാണ് ലിറ്ററസി റേറ്റ്, പിന്നെ അതർ നെസസിറ്റീസ് ലൈക്ക് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ എക്സെട്ര. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ പബ്ലിസിറ്റി പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും ഇതിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്ന ഏജൻസി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് UNDP, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. Now let's look at certain relevant data regarding India and its neighbors from Human Development Report 2017. 2017 പബ്ലിഷ് ചെയ്ത ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരം നമുക്ക് ജസ്റ്റ് ഇന്ത്യയും ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസിനൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ 4 ക്രൈറ്റീരിയയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പെർ ക്യാപിറ്റ, മറ്റൊന്ന് ലൈഫ് എക്സ്പെക്റ്റൻസി, ദെൻ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ഓഫ് പീപ്പിൾ ഏജ് 25 ആൻഡ് എബോവ്. അത് 25 ഏജോ അതിന് മുകളിലുള്ള ആളുകൾ സ്കൂളിൽ പോകുന്നതിന് ആവറേജ് ആയിട്ടുള്ളൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വൺ HDI റാങ്ക് ഇൻ ദ വേൾഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ക്രൈറ്റീരിയാസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു കൺട്രി എത്രാം സ്ഥാനത്താണ്, ഏത് പൊസിഷനാണ് നിൽക്കുന്നതെന്ന് നോക്കിയിട്ടുള്ള ഒരു റാങ്കിങ് സിസ്റ്റമാണ് HDI റാങ്ക്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇന്ത്യയുടെ ഫിഗർ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ PCI വരുന്നത് 6353. ലൈഫ് എക്സ്പെക്റ്റൻസിയിലാണെങ്കിൽ ഇന്ത്യയുടെ ആവറേജ് ഒരു ഏജ് എന്ന് പറയുന്നത് 68.8 ആണ്. ഇനി മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് 6.4. ദെൻ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള HDI റാങ്കിങ് ഇൻ ദ വേൾഡ് 130. അപ്പോൾ എത്രയാണ് ഇന്ത്യയുടെ കാര്യം. ഞാനിപ്പോൾ എല്ലാ കൺട്രിയുടെയും വായിക്കുന്നില്ല, ആ ദിവസം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇനി നമുക്കിത് വെച്ച് ജസ്റ്റ് ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ, എ സ്മോൾ കൺട്രി ഇൻ അവർ നെയ്ബർഹുഡ് ശ്രീലങ്ക ഈസ് മച്ച് എഹെഡ് ഓഫ് ഇന്ത്യ ഇൻ എവറി റെസ്പെക്റ്റ്. നോക്കി നമ്മൾ ശ്രീലങ്കയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു നൈബറിങ് കൺട്രിയാണ്. ബട്ട് എന്നാലും ഇന്ത്യയേക്കാൾ എല്ലാ കാര്യങ്ങളിലും ഈ 4 ക്രൈറ്റീരിയാസിലും അവരാണ്, ആ കൺട്രിയാണ് മുമ്പിൽ. കണ്ടോ, ശ്രീലങ്കയുടെ PC വരുന്നത് 11,326 ആണ്. ലൈഫ് എക്സ്പെക്റ്റൻസി 75.5, ഇന്ത്യയുടെ 68.8 ഉള്ളൂ. ഇനി മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് 10.9, ഇന്ത്യയുടെ 6.4 ആണ്. ഇനി HDI റാങ്ക് ആണെങ്കിൽ ഇന്ത്യയേക്കാൾ വളരെ വളരെ മുമ്പിലാണ് ശ്രീലങ്ക. നമ്മുടേത് 130 ആണെങ്കിൽ ശ്രീലങ്കയുടേത് 76 ആണ്. ഇനി മാത്രമല്ല മറ്റൊരു ചെറിയ രാജ്യം നമുക്കറിയാം, നേപ്പാൾ ഹാസ് ഹാഫ് ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പകുതി അടുത്ത് വരുന്നൊരു ഫിഗർ മാത്രമാണ് നേപ്പാളിൻ്റെ പെർ ക്യാപിറ്റ 2471. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് ഫാർ ബിഹൈൻഡ് ഇന്ത്യ ഇൻ ലൈഫ് എക്സ്പെക്റ്റൻസി. ഇപ്പോൾ PCയുടെ കാര്യത്തിൽ പിന്നിലാണെങ്കിലും ലൈഫ് എക്സ്പെക്റ്റൻസി നോക്കിയേ 70.6 ആണ് നേപ്പാളിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി. ഇന്ത്യയുടേത് 68.8 ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ പല കാര്യങ്ങളിലും ഇപ്പോഴും പിറകിലാണ്. HDI റാങ്കിങ് അനുസരിച്ച് പല കാര്യങ്ങളും ഇന്ത്യ ഇപ്പോഴും പിറകിലാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ റാങ്കിങ് 130 നിൽക്കുന്നത്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമ്മളിതിനെക്കുറിച്ച് ഈ വർഷം തന്നെ നമ്മൾ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. ഡെഫിനേഷൻ ഈസ് the economic development which does not damage the environment and at the same time takes care of the needs of the future generation. നമ്മുടെ എൻവയോൺമെൻറ്റിന് തീരെ ഡാമേജ് വരുത്താതെ അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ട കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നടത്തുന്ന ഡെവലപ്മെൻറ്റാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ബട്ട് വാട്ട് വി ആർ ഡൂയിങ് നൗഡേയ്സ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്, വി ആർ സിംപ്ലി ഡാമേജിങ് അവർ എൻവയോൺമെൻറ്റ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് എക്സാമ്പിൾ പറയാൻ പറ്റും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ 1 ഗ്രൗണ്ട് വാട്ടർ ഇൻ ഇന്ത്യ. നമുക്കറിയാം നവഡേയ്സ് വി ആർ ഓവർ യൂസിങ് അവർ ഗ്രൗണ്ട് വാട്ടർ. റീസെൻറ്റ് എവിഡൻസ് സജസ്റ്റ് ദാറ്റ് the groundwater is under serious threat of overuse in many parts of the country. About 300 districts have reported a water level decline of over 4 meters during the past 20 years. അതായത് ഇന്ത്യയിലെ 300ഓളം ജില്ലകളിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ 4 മീറ്ററോളം താഴ്ന്നിട്ടുണ്ട്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വി ആർ ഓവർ യൂസിങ് അവർ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് നിയർലി 1/3 ഓഫ് ദ കൺട്രി ഈസ് ഓവർ യൂസിങ് ദ ഗ്രൗണ്ട് വാട്ടർ റിസർവ്സ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമ്മുടെ കൺട്രിയിലെ 1/3 ഓഫ് ദ ഏരിയ, നമ്മുടെ 1/3 ഓഫ് ഏരിയയിലും നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ലെവൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ റിസർവ്സ് ഓവർ യൂസ് ചെയ്യുന്നുണ്ട്.
In another 25 years, 60% of the country would be doing the same if the present way of using this resource continues. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു അടുത്ത 25 വർഷം കൂടെ കഴിയുമ്പോൾ നമ്മുടെ കൺട്രിയിലെ 60% ഏരിയാസിൽ നമ്മൾ ഈ ഗ്രൗണ്ട് വാട്ടർ ഓവർ യൂസ് ചെയ്യുകയായിരിക്കും. ഇനി എവിടേക്കാണ് കൂടുതലായിട്ട് ഈ ഗ്രൗണ്ട് വാട്ടർ ഓവർ യൂസ് കാണുന്നത്? ഒന്ന് കാണുന്നത് പെർട്ടിക്കുലർലി ഫൗണ്ട് ഇൻ ദ അഗ്രികൾച്ചറലി പ്രോസ്പെറസ് റീജിയൻസ്. നമുക്കറിയാം പഞ്ചാബ്, ഉത്തർപ്രദേശ്, എസ്പെഷ്യലി വെസ്റ്റേൺ ഉത്തർപ്രദേശ് ആൻഡ് ഹാർഡ് റോക്ക് പ്ലാറ്റു ഏരിയാസ് ഓഫ് സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യ. ഇപ്പോൾ ഈ ഏരിയാസിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ കാണുന്നത്. ആൻഡ് സം കോസ്റ്റൽ ഏരിയാസ് ആൻഡ് ദ റാപ്പിഡ്ലി ഗ്രോയിങ് അർബൻ സെറ്റിൽമെൻറ്റ്. നമ്മുടെ ചില കോസ്റ്റൽ ഏരിയാസിലും പിന്നെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന നഗരപ്രദേശങ്ങളിലും അർബൻ ഏരിയാസിലൊക്കെ നമുക്ക് ഈ ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ കാണാൻ പറ്റും. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ എക്സാമ്പിളാണ് എക്സോഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതിൽ തന്നെ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് ക്രൂഡ് ഓയിലാണ്. നമുക്കറിയാം നവഡേയ്സ് വി ആർ എക്സ്പ്ലോയിറ്റിംഗ് അവർ ക്രൂഡ് ഓയിൽ ഡെപ്പോസിറ്റ്. ഇപ്പോൾ ഇതിൽ 3 ഏരിയാസ് ആയിട്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തുർക്കി, ഇസ്രായേൽ, ഈജിപ്ത് ആ ഏരിയാസൊക്കെ വരുന്ന മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. അവിടെ ഒരുപാട് നമുക്കറിയാം അവിടെയൊക്കെ ഒരുപാട് ക്രൂഡ് ഓയിൽ റിസർവ്സ് കാണുന്ന ഏരിയാസാണ്. ഇനി ഇപ്പോൾ 2017 കണക്കനുസരിച്ചിട്ട് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ 808,000 മില്യൺ ബാരൽസ് കാണുന്നുണ്ട്. എല്ലാം കൊടുത്തിരിക്കുന്നത് 1000 മില്യൺസിലാണ്. മില്യൺ നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ കണക്ക് പറയാറുള്ള ബാരൽ കണക്കിലാണ് പറയാറുള്ളത്. മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ 808. ഇനി നമ്പർ ഓഫ് ഇയേഴ്സ് റിസർവ് വിൽ ലാസ്റ്റ്. എത്ര വർഷം കൂടെ ഈ റിസർവ് അവിടെ ഉണ്ടായിരിക്കും? ചെയ്ത ഡാറ്റ ഓൺലി 70 ഇയേഴ്സ്. നമ്മുടെ ഇങ്ങനെയാണ് ഇഫ് ദ പ്രസൻറ്റ് യൂസ് കണ്ടിന്യൂസ് നമുക്കൊരു 70 ഇയേഴ്സ് കൂടെ മാത്രമേ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ നിന്നും ക്രൂഡ് ഓയിൽ കിട്ടുകയുള്ളൂ. ഇനി US കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് 50. നമ്പർ ഓഫ് ഇയേഴ്സ് റിസർവ് ലാസ്റ്റ് ഓൺലി 10.5. ഒരു 10 വർഷം കൂടെ USA ക്രൂഡ് ഓയിൽ റിസർവ്സ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾ വേൾഡിലെ മൊത്തം കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് 1697. എത്ര വർഷം കൂടെ ഉണ്ടായിരിക്കും? ഓൺലി 50.2. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് സസ്റ്റൈൻ ഡെവലപ്മെൻ്റ് അല്ല, ബട്ട് വി ആർ ഡാമേജിങ് അവർ എൻവയോൺമെൻറ്റ് ഫോർ ഡെവലപ്മെൻറ്റ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗത്തോട്ട് പോവാം. ഇത് CBSE ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. കോൺസിക്വൻസ് ഓഫ് എൻവയോൺമെൻറ്റ് ഡിഗ്രഡേഷൻ ഡു നോട്ട് റെസ്പെക്റ്റ് നാഷണൽ ഓർ സ്റ്റേറ്റ് ബൗണ്ടറീസ്. അതായത് എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്ന ഡാമേജസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഡിഗ്രഡേഷൻ ഒരു പ്രത്യേക കൺട്രിയെയോ ഒരു പ്രത്യേക സ്റ്റേറ്റിനെയോ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ആൻസർ ചെയ്യുക? നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട 3 പോയിൻ്റ് നോക്കാം. ദിസ് ഇഷ്യൂ ഈസ് നോ ലോങ്ങർ എ റീജിയണൽ ഓർ നാഷണൽ ഇഷ്യൂ. അപ്പോൾ ഈ എൻവയോൺമെൻറ്റ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഏരിയയോ അല്ലെങ്കിൽ പ്രത്യേക രാജ്യത്തെയോ മാത്രം ബാധിക്കുന്ന ഇഷ്യൂ അല്ല. ദീസ് ഡേയ്സ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഡിസ്കഷൻ എമംഗ് ഡിഫറെൻറ്റ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. ഇപ്പോൾ നമ്മൾ ഈ 21st സെഞ്ച്വറിയിൽ എല്ലാ രാജ്യങ്ങളും ഇതിനെ പറ്റിയാണ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കറിയാം ഇറ്റ് ഈസ് നോ ലോങ്ങർ ആൻ ഇഷ്യൂ ഓഫ് നാഷണൽ ഓർ റീജിയണൽ. ആൻഡ് ലാസ്റ്റ് പോയിൻറ്റ്, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ എക്സെട്ര ആർ നോട്ട് ടു ബി കൺട്രോൾഡ് ബൈ വൺ നേഷൻ. അപ്പോൾ ഈ എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ഇതൊക്കെ ഒരു കൺട്രി മാത്രം വിചാരിച്ചാൽ സോൾവ് പറ്റുന്ന പ്രശ്നങ്ങളല്ല. ബട്ട് വാട്ട് വി നീഡ് ഈസ് എ കളക്റ്റീവ് എഫേർട്ട്. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഇത്രയാണ് നമ്മുടെ എക്കണോമിക്സ് ചാപ്റ്റർ 1 ഡെവലപ്മെൻറ്റ് വരുന്ന പോയിൻറ്റ്സ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.